ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ പോളയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള സോൾട്ടും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി റെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് അതേ സമയം തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ബീഫ് പോളിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോപ്പ് ചെയ്ത സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുത്ത് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും 2 അല്ലി വെളുത്തുള്ളിയും 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മൈദയും മുട്ടയൊക്കെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. കൂടുതൽ തിക്കും ആവരുത്, എന്നാൽ കൂടുതൽ ലൂസും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ചൂടായ പാനിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബാറ്റർ ഇളം ചൂടോട് കൂടി തന്നെ നമ്മളിത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതിലേക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തങ്ങാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേറൊരു പാനിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലും ഈവനിങ് ടൈമിലൊക്കെ സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എണ്ണക്കടികളൊക്കെ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ അടിപൊളി ഡിഷസുമായി വീണ്ടും വരാം. അതുവരെ ബൈ.